എൻ്റെ പേര് ജയ്മോൾ. ഞാൻ വണ്ടാനത്തു നിന്നാണ് വരുന്നത്. 2019 ഞാൻ ഉടമ്പടി എടുത്തിരുന്നത്. എനിക്ക് 2023 ഡിസംബർ 6 എൻ്റെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്ന ടൈമിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് റിസൾട്ട് നോക്കിയപ്പം അതിലെൻ്റെ രജിസ്റ്റർ നമ്പർ കാണുന്നില്ല. ഞാൻ ശരിക്കും സങ്കടത്തോടെ കരഞ്ഞ് മാതാവിനെ വിളിച്ച് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി ആകെ ഞാൻ തളർന്നു പോയിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ലാസ്റ്റ് കോളേജിൽ വിളിച്ച് അവരോട് മിസ്സുമാരോട് പറഞ്ഞപ്പോഴത്തേക്കും അവർക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഞാൻ പിറ്റേ ദിവസം ഡിസംബർ 7 മാതാവിൻ്റെ ദിവസം ഞാൻ കോളേജിൽ ചെന്ന് അവരോട് ഞാൻ ചോദിച്ചു, എൻ്റെ രജിസ്റ്റർ നമ്പർ മാത്രം കാണുന്നില്ല, ബാക്കി എല്ലാ പിള്ളേരും പാസ്സായി, എൻ്റേത് മാത്രം കാണുന്നില്ല. എനിക്കാണെങ്കിൽ സങ്കടം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല, കോളേജുകാർക്കറിയില്ല എന്ത് പറ്റിയെന്നുള്ളത്. ലാസ്റ്റ് അവർ എന്നോട് പറഞ്ഞു സൂക്ഷ്മ പരിശോധനയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നേരെ കോളേജിൽ ചെന്നു. ഞാൻ എൻ്റെ ഫോം വാങ്ങിച്ചു. അതിന് വേണ്ടിയുള്ള എല്ലാ ട്രഷറി പോയി ഫണ്ട് അടച്ചു. എല്ലാം ചെയ്തതിന് ലാസ്റ്റ് അവരോട് ഞാൻ ചോദിച്ചു ഇതെന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഫോം പൂരിപ്പിച്ച്. അപ്പോൾ അവരെന്നോട് പറയുക ഞങ്ങൾക്കറിയില്ല, ഇത് തിരുവനന്തപുരത്ത് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. പൂരിപ്പിച്ച് ഞാൻ തന്നെ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ മാതാവിനെ വിളിച്ചവിടെ നിന്ന് കരയുമായിരുന്നു ഞാൻ ചെയ്ത. അത്രയും ആൾക്കാർ കാണുകയും ഞാൻ കരയും അവിടെ ഇരുന്ന്. എല്ലാവരും എന്നെ സഹതാപത്തോടെ നോക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണം, എന്നെ മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എനിക്കൊരു ലൈഫില്ല മുന്നോട്ട്. എവിടെ പോയാലും ഫെയിൽ എന്നുള്ളതേ കാണിക്കൂ. എനിക്കൊരു ജോലിയോ ഒന്നും എനിക്ക് കിട്ടില്ല. ഇപ്പം നിൽക്കുന്നിടത്തുനിന്ന് വരെ ഞാൻ ഇറങ്ങേണ്ടി വരും ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ. പിന്നീട് ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ഹോസ്റ്റലിൽ തിരിച്ചു വന്നു. ഞാൻ വീട്ടുകാരെ എല്ലാം വിളിച്ചു. അവർ പറഞ്ഞു വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിൽ റീവാലുവേഷൻ കൊടുക്കാം. റീവാലുവേഷൻ കൊടുത്താലും ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ തന്നെ തിരുവനന്തപുരത്ത് കൊണ്ട് റീവാലുവേഷൻ കൊടുക്കണം. പിന്നീട് ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു. കൊന്ത ചൊല്ലി, ജവമാല ചൊല്ലി, വിശ്വാസപ്രമാണം ചൊല്ലി. അവിടെ നിന്ന് കരഞ്ഞ് ഫുള്ളായി പ്രശ്നമായിരുന്നു. ലാസ്റ്റ് വീട്ടുകാർ പറഞ്ഞു കുഴപ്പമില്ല, അന്നെങ്കിൽ വിട്ടേക്ക്, രണ്ടാമത് നമുക്ക് എക്സാം എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിഷമിച്ച് കരഞ്ഞിരുന്നപ്പോൾ എൻ്റെ മിസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജയ്മോളെ അത് ഫോം പൂരിപ്പിച്ച് നീ കൊണ്ട് തന്നേക്ക്, നമുക്ക് ഇവിടുന്ന് അയക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 8 ഞാൻ പോയി കോളേജിൽ ഞാൻ ചെന്നപ്പോഴത്തേക്കും ഫോം എല്ലാം പൂരിപ്പിച്ചപ്പോൾ അതിനകത്ത് മാർക്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പോയി കഫേ പോയി മാർക്ക് ലിസ്റ്റ് എടുക്കാൻ പോയി. ചെന്നപ്പോൾ എനിക്ക് സൈറ്റ് ഓപ്പൺ ആയില്ല. കുറേ തവണ നോക്കിയിട്ട് സൈറ്റ് ഓപ്പൺ ആയില്ല. മാതാവിനെ വിളിച്ച് അവിടെ നിന്ന് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കരഞ്ഞ് നിന്ന് നോക്കിയപ്പോൾ എനിക്ക് സൈറ്റ് ഓപ്പണായി കിട്ടി. അത്രയും നേരം ഓപ്പൺ ആവാത്ത സൈറ്റ് ആ ടൈമിൽ എനിക്ക് ഓപ്പണായി കിട്ടി. എൻ്റെ റിസൾട്ടെല്ലാം എടുത്തപ്പോൾ ഞാൻ എക്സാം എഴുതിയിട്ടില്ല, ഞാൻ ആബ്സെൻ്റ് ആണെന്നാണ് കോളേജിൽ നിന്ന് വിട്ടേക്കുന്നത്. എനിക്ക് എന്ത് വേറെ ചെയ്യണമെന്ന് എൻ്റെ കൈയും കാലും എല്ലാം തളർന്നു പോയിക്കൊണ്ടിരിക്കുക. മിസ്സുമാരും എന്നോട് സഹതാപത്തോടുള്ള നോട്ടം, ആ നോട്ടം കാണുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഓരോ പ്രൊസീജിയറും സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുന്ന് ഞാൻ എക്സാം എഴുതിയ കോളേജിൽ ഞാൻ ചെന്നു. ഞാൻ കോളേജിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഞാൻ ആബ്സെൻ്റ് അല്ല പ്രസൻ്റ് എന്നിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുത്ത പേപ്പറിനകത്ത് എൻ്റെ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടില്ല. പിന്നീട് അവിടെ നിന്ന് ഫോട്ടോ കോപ്പി എടുത്ത് ഒരുപാട് എന്നെ അലച്ചു. അവർ ഓരോരോ സ്ഥലത്ത് തന്നെ ഓടിച്ചു. ലാസ്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഓടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആ ഓരോ ഓട്ടത്തിലും ഞാൻ എൻ്റെ വിശ്വാസപ്രമാണം ചൊല്ലി ഓരോ കാര്യം ചെയ്യാൻ നേരത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ എക്സാമും ഞാൻ അറ്റൻഡ് ചെയ്യാൻ നേരത്ത് മാതാവിൻ്റെ രൂപം എൻ്റെ കഴുത്തേലുണ്ടാവും. ആ രൂപം ഇല്ലാണ്ട് ഞാൻ എക്സാം എഴുതിയിട്ടില്ല. ഒരു എക്സാം ഞാൻ എഴുതാൻ പോയിട്ടുമില്ല. 2019 ഞാൻ എടുത്ത ഉടമ്പടിയുടെ ആ കാശുരൂപമാണ് ഇന്നും എൻ്റെ കഴുത്തേ കിടക്കുന്നത്. ഇപ്പം ഞാൻ പുതിയ ഉടമ്പടി വന്നെടുത്തു. ഞാൻ എന്നിട്ട് ആ പ്രൊസീജിയർ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അവരുടെ കൈ കൊടുത്തപ്പോൾ അവർ പറയാം വീണ്ടും ഞാൻ തന്നെ തിരുവനന്തപുരത്ത് കൊണ്ടത് കൊടുക്കണമെന്ന്. എനിക്ക് ഒറ്റയ്ക്ക് പോകാനും പറ്റില്ല. ഞാൻ ആകെ വീണ്ടും വിഷമതരായി. ലാസ്റ്റ് അവർ പറഞ്ഞു ഞങ്ങൾ അയച്ചോളാം എന്ന് പറഞ്ഞു. അയച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ വിളിച്ചു പറഞ്ഞു നീ തന്നെ പോയി അത് റെഡിയാക്കണം, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. വീണ്ടും ഞാൻ കരഞ്ഞു, വീട്ടുകാരെ വിഷമിപ്പിച്ചു. വീട്ടുകാരും പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയില്ല, കുറച്ച് നാളും കൂടി നോക്കി. അതിനുശേഷം എന്നെ തിരുവനന്തപുരത്തു നിന്ന് ഡയറക്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു പാസ്സായിട്ടുണ്ട്, ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയതാണെന്ന്. എനിക്ക് ആ സമയത്ത് ഞാൻ മാതാവിനോട് വിളിച്ചപേക്ഷിച്ചൊരു കാര്യമുള്ളൂ, എനിക്ക് ഈ കാര്യം സാധിച്ചാൽ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമാണ്. സാധിച്ച് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ നേർന്നാണ് ഓരോ ടൈമിലും വിളിച്ചത്. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങളും പള്ളിയിലാടെ യുവദീപ്തി സംഘടനകളിലും ഇപ്പം ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെ യുവദീപ്തിയിലെ എല്ലാ സംഘടനകളിലും നടന്ന പത്രം കൊടുക്കുക, അതുപോലെ അക്രൈസ്തവർക്ക് അവരെ സഹായിക്കുക. എൻ്റെ കൊടുത്ത ആര് ജോലിയില്ലാതെ വരുന്നു ഒന്ന് നോക്കി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നിടത്താണെങ്കിലും ഞാൻ അവർക്ക് ജോലി നേടിക്കൊടുക്കും. ഇല്ല വേറൊരു സ്ഥലം എൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും, ഇന്ന സ്ഥലത്ത് ജോലി വേക്കൻസി ഉണ്ട് നോക്കിക്കോ എന്നും പറഞ്ഞ്.
എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുകയും ഞാനിത് പാസ്സാവുകയും ചെയ്തത്. എനിക്കിവിടെ വന്ന് പറയാൻ ഈ ഒരു അവസരം കിട്ടിയത് തന്നെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഈ ഒരു സാക്ഷ്യത്തിന് പിന്നാലെ ആത്മീയമായ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് സമയം ഞാൻ പറഞ്ഞിട്ടുള്ള വിശ്വാസ പ്രമാണം അത് ചൊല്ലിക്കൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഓരോ പ്രശ്നങ്ങൾ എനിക്ക് വരുമ്പോഴും ഓരോ വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിക്കൊണ്ടായിരുന്നു. അതും കരഞ്ഞുകൊണ്ടാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത്. മാതാവിനെ വിളിച്ചപേക്ഷിച്ചു. പിന്നെ മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും ഉപകാരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വിധേനയാണെങ്കിലും നമുക്കത് തിരിച്ചു കിട്ടും എന്നുള്ളത് കാരുണ്യ പ്രവൃത്തി ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളും ആത്മീയമായും എല്ലാം ഈ ഒരു വിജയത്തിന് പുറകിൽ അതിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ